പെരുമ്പാവൂരിൽ പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടക സിനിമാ താരം പ്രമോദ് വെളിയനാട് നിർവഹിച്ചു. സെപ്റ്റംബർ 13 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6:30-ന് പ്രദർശനം ആരംഭിക്കും. തുടർച്ചയായി നാടകം കാണുവാനെത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും 30 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ സരിഗ സംഘടിപ്പിക്കുന്ന 32ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. സെപ്റ്റംബർ 1 മുതൽ 13 വരെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ള നാടകോത്സവം പ്രശസ്ത നാടക സിനിമാ താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സിനിമാക്കാരനായി ആയത് ആരുടെയും ഭാഗ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞു, ഞാനൊരു നടനാകണം, അല്ലെങ്കിൽ ഒരു സിനിമ എന്ന സ്വപ്നം എൻ്റെ ജീവിതത്തിൽ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലായിരുന്നു. നാടകക്കാരനാകണമെന്ന് വളരെ സത്യം. കാരണം ഈ 50 പൈസ കൊടുത്തിട്ട് TV സിനിമ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളോട്. വീട്ടിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്, അവിടെ 50 പൈസ കൊടുക്കണം സിനിമ കാണണമെങ്കിൽ. ആ നാടകം സിനിമയിൽ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. പക്ഷെ നാടകക്കാരനാകണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഞാൻ വൈഫിനോട് പറഞ്ഞത്, അച്ഛൻ 2014 മരിക്കും, ഞാൻ 2019 സിനിമയിൽ എത്തുന്നത്. 2014 ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അച്ചാച്ചി ഒന്നും നേരിട്ട് ചിലപ്പോൾ തമ്പുരാന്മാരുമായിട്ട് കണക്ഷൻ ചെയ്തിട്ടല്ലോ ചാച്ചിയുടെ കരച്ചിൽ പിടിച്ച് കണ്ടാൽ സിനിമയിൽ അല്ല കഴിവുകൊണ്ടെടുത്താന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ കഴിവുള്ളവരോട് ഞാൻ തിരിച്ചോട്ടുണ്ട്. തോപ്പുകാഴ്ച എന്ന് പറഞ്ഞ മനുഷ്യൻ എൻ്റെ 40-45 വർഷമായി നാടകങ്ങളിൽ. ആ മനുഷ്യൻ്റെ കൂടെ വന്നിരിക്കുമ്പോൾ 26 പോയ എൻ്റെ വർഷത്തിനല്ലോ. നമ്മളിപ്പോൾ സീനിയോറിറ്റി നോക്കാൻ അവരൊക്കെ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ആരുടെയും ഭാഗ്യം കൊണ്ട് വന്നല്ല, കഴിവുകൊണ്ട് വന്നാന്ന് ഒരിക്കലും വിശ്വാസമില്ല. അപ്പോൾ ഈ സിനിമാ നടനായി എന്ന് പറയുന്നത് എനിക്ക് കാര്യമായിട്ട് നാടകക്കാരാണെന്ന് പറഞ്ഞതിൽ ഞാൻ അഭിമാനം തോന്നുന്നു. അഡ്വക്കേറ്റ് NC മോഹൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. പെരുമ്പാവൂർ സരിഗയുമായി കഴിഞ്ഞ 30 വർഷക്കാലത്തെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 30 വർഷമായി ഷാജി സരിഗയുമായി അടുത്ത അനുഭവവും കലാ സാംസ്കാരിക നാടക മേഖലകളിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കലാ സാംസ്കാരിക രംഗത്ത് പെരുമ്പാവൂര് കേരളത്തിലേറെ മുന്നിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കലയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് സഹൃദയരുടെ നാടാണ് ഇത്. ഒരു നാടകത്തിൽ നമുക്കറിയാം ഒരു കവിയുണ്ട്, ഒരു ഗാനരചിതാവുണ്ട്, അല്ലെങ്കിൽ ഗാനം ആലപിക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ അതിലൊരു തിരക്കഥാകൃത്തുണ്ട്. അതിൽ ഒരുപാട് സാഹിത്യ രംഗത്തുള്ള നൃത്ത കലകളിൽ ഉൾപ്പെടെയുള്ള രംഗത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഒരു നാടകം എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതുമൊക്കെ. ഷാജി സരിഗ, അഡ്വക്കേറ്റ് MK ജയപാലൻ, CM അബ്ദുൽ കരീം, H ഹരിഹരൻ, ബാബു കാഞ്ഞിരക്കോട്ടിൽ, ബിജു രസിക എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനമായ ഞായറാഴ്ച കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ അച്ഛൻ എന്ന നാടകം അരങ്ങേറി. 2ാം ദിവസം തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള എന്ന നാടകം പ്രദർശിപ്പിക്കും. 3-ന് പത്തനാപുരം ഗാന്ധിഭവന്റെ യാത്ര, 4-ന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. 5-ന് കൊല്ലം സ്നേഹയുടെ ആ ദിവസം, 6-ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം, 7-ന് തിരുവനന്തപുരം അക്ഷരകലയുടെ ഹൃദ്യമീ ലാവ എന്നിവ അവതരിപ്പിക്കും. 8-ന് കടക്കാവൂർ SN നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79, 9-ന് തിരുവനന്തപുരം ശ്രീനന്ദയുടെ യാനം, 10-ന് ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള, 11-ന് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്, 12-ന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആപ്പ്, 13-ന് കൊല്ലം അനശ്വരയുടെ അന്ന ഗ്യാരേജ് എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 13ാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് മുഖാന്തരം നിയന്ത്രിക്കാനും അന്നേ ദിവസം ലഭിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനുമാണ് സംഘാടകരുടെ തീരുമാനം. എല്ലാ ദിവസവും വൈകിട്ട് 6:30-ന് നാടകം പ്രദർശിപ്പിക്കും. എല്ലാ ദിവസവും തുടർച്ചയായി നാടകം കാണാനെത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും 30 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകും. 32ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിനാണ് ഇതിലൂടെ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. മറ്റു വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഇത്തവണ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായി 13 നാടകങ്ങളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. 12 നാടകം ആദ്യഘട്ടത്തിൽ അനൗൺസ് ചെയ്തതിനു ശേഷം കൊല്ലം അനശ്വര എന്ന സന്ധ്യയുടെ നാടകം 13ാമത്തെ ദിവസം അവതരിപ്പിക്കുകയാണ്. ആ നാടകത്തിന്റെ പ്രതിഫലമില്ലാതെയാണ് നാടകസമിതിയുടെ നാടകം അവതരിപ്പിക്കുന്നത്. വയനാട് ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. സമിതി അത്തരത്തിൽ പ്രതിഫലമില്ലാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ വാടക
പെരുമാൾ ഫൈനാൻസ് സൊസൈറ്റി, ഞാൻ ഉൾപ്പെടെ കമ്മിറ്റിയിലുള്ള ഫൈനാൻസ് സൊസൈറ്റി അത് ഒഴിവാക്കി തരുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അപ്പോൾ അന്നത്തെ നാടകത്തിൽ മാത്രമായി നമ്മൾ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ ദിവസത്തെ നാടകത്തിന്റെ വരുന്ന എല്ലാവരും ആ അന്നത്തെ ദിവസത്തെ ടിക്കറ്റ് എടുക്കണമെന്നാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.